സിദ്ധാർത്ഥ്, സത്യമായി എനിക്ക് അയാളുമായി ബന്ധമൊന്നുമില്ല. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞോണ്ട് വരുന്നത്? നീലിമ ചോദിച്ചു. ഞാൻ നിന്നെ മോശമായി ഒന്നും പറഞ്ഞില്ല നീലിമ. ഞാൻ പറയുന്നത് എന്താ എന്നാദ്യം മനസ്സിലാക്കാൻ നോക്ക്. ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അവനെപ്പോലെ ഒരുത്തന്റെ കൂടെ പിന്നെ നടക്കാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആളാണോ നീ? കഴിഞ്ഞതെല്ലാം നീ മറന്നുപോയോ? സിദ്ധാർത്ഥ് ചോദിച്ചു. നീലിമ കിരൺ തന്നെ മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചതോർത്തു. സിദ്ധാർത്ഥ് ആ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നവൾക്ക് മനസ്സിലായി. സിദ്ധാർത്ഥ് ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? ഇതൊരു റെസ്റ്റോറന്റ് അല്ലേ? അല്ല, ഇതിലൊക്കെ സിദ്ധാർത്ഥിന് എന്താ പ്രശ്നം? നീലിമ ചോദിച്ചു. ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ മാത്രം കിഴങ്ങനായ ഭർത്താവല്ല ഞാൻ, സിദ്ധാർത്ഥ് അറിയാതെ പറഞ്ഞുപോയി. അപ്പോൾ നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി. അതിന് നമ്മള് ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരല്ലോ. ഇതൊരു എഗ്രിമെന്റ് കല്യാണമല്ലേ? അത് മറന്നുപോയോ? സിദ്ധാർത്ഥ് അതിന് മറുപടിയായി എന്തു പറയുമെന്നൊരാകാംക്ഷ നീലിമയുടെ കണ്ണുകളിലുണ്ടായിരുന്നു. എന്ത് എഗ്രിമെന്റ് വെച്ചിട്ടാണെങ്കിലും നിലവിൽ നീലിമ എന്റെ ഭാര്യയാണ്. അത്രേ ഞാൻ മീൻ ചെയ്തുള്ളൂ. അപ്പോ തന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ടല്ലോ, സിദ്ധാർത്ഥ് പറഞ്ഞു. എന്റെ കാര്യങ്ങൾ അന്വേഷിക്കണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് സത്യമാ. സൂര്യയ്ക്ക് പിന്നാലെ ചാനലിന്റെ ഓഫീസിൽ പോയതായിരുന്നു. അപ്പോഴാണ് കിരണിനെ കാണുന്നത്. അയാൾ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടാ ഫുഡ് കഴിക്കാൻ വന്നെ. അല്ലാതെ സിദ്ധാർത്ഥ തെറ്റിദ്ധരിക്കുന്ന പോലെ ഒന്നുമില്ല, നീലിമ പറഞ്ഞു. അപ്പോൾ അവൻ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടതോ? സിദ്ധാർത്ഥ വീണ്ടും അത് തന്നെ ചോദിച്ചു. എനിക്കറിയില്ല, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ അത് കേട്ട് അവളെ ദേഷ്യത്തോടെ നോക്കി. അന്നത്തെ പോലെ ഇപ്പൊ അവൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക്? ആരെങ്കിലും വിളിക്കുമ്പോ ഉടനെ കൂടിറങ്ങി ചെല്ലും മുമ്പ് ഇതൊക്കെ ഒന്ന് ഓർക്കണം, സിദ്ധാർത്ഥ് പറഞ്ഞു. അയാൾ സൂര്യയുടെ കരിയർ തകർക്കുമെന്ന് ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. അതാ ഞാൻ കഴിക്കാൻ വിളിച്ചപ്പോ പോയത്. അല്ലാതെ അയാൾ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല, മറക്കുകയില്ല, നീലിമ ആവർത്തിച്ചു. നീ ഇങ്ങനെ അവൻ പറയുമ്പോ ഒപ്പം ചെല്ലാനൊക്കെ നിന്നാൽ അവന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും നീ സഹകരിക്കുമെന്നേ അവൻ കരുതൂ. നിനക്ക് അവനെപ്പറ്റി ഇനിയും അറിയില്ല, അതാ ഞാൻ പറയുന്നത്, സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി അല്പം മയത്തിൽ പറഞ്ഞു. സോറി സിദ്ധാർത്ഥ്, നീലിമ മുഖം താഴ്ത്തി. അവൾ തന്റെ മാത്രമാണെന്ന് കാണിക്കാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് സിദ്ധാർത്ഥിന് തോന്നി. അവനുടനെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ചുണ്ടിൽ ദീർഘമായി ചുംബിച്ചു. നീലിമ വിറച്ചുപോയി. കിരണിന്റെ ഒപ്പം സംസാരിച്ചതിന് സിദ്ധാർത്ഥ് തല്ലുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൾ നിന്നിരുന്നത്. പക്ഷേ ചുംബനം അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതിന്റെ ഞെട്ടൽ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞിരുന്നു. നീലിമയുടെ ചുണ്ടുകളിൽ നിന്നും അവന്റെ ചുണ്ടുകൾ വേർപെടുത്താൻ ആഗ്രഹിക്കാത്ത മട്ടിൽ സിദ്ധാർത്ഥ് അല്പനേരം നിന്നു. നീലിമയ്ക്ക് അവനെ തള്ളി മാറ്റാനും തോന്നിയില്ല. അവൾ ആകെ മരവിച്ചു പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവളിൽ നിന്ന് അകന്നു മാറി. അവൻ ചിരിച്ചു. സിദ്ധാർത്ഥ്, എന്ത് പണിയാ കാണിച്ച്? ഇതിപ്പോ താൻ പതിവാക്കിയിരിക്കുകയാണോ? എന്നോട് അനുവാദം പോലും ചോദിക്കാതെയാണല്ലോ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നേ. എനിക്കിത് തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ, നീലിമ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അസ്വസ്ഥനായി. സത്യത്തിൽ നീലിമയ്ക്ക് സിദ്ധാർത്ഥ് അവളെ ചുംബിച്ചതിൽ യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. അവന്റെ മനസ്സറിയാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അതാകട്ടെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. സിദ്ധാർത്ഥിന്റെ മുഖം കോപം കൊണ്ട് തുടുത്തത് കണ്ട നീലിമ പേടിച്ച് അവനിൽ നിന്ന് അകന്ന് ചുവരിൽ ചാരി. അല്ല, എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? സത്യം പറ സിദ്ധാർത്ഥ്. കിരണിന്റെ കൂടെ ഞാൻ വന്നതിൽ നിങ്ങൾക്ക് അസൂയുണ്ടല്ലേ? നീലിമ ചോദിച്ചു. അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി. അസൂയോ? എനിക്കോ? എന്തിന്? നീ ആരുടെ കൂടെ പോയാലും എനിക്കൊരു കോപ്പുമില്ല, സിദ്ധാർത്ഥ് വെറുതെ പറഞ്ഞു. നീലിമയുടെ മുഖം അത് കേട്ട് വാടി. സിദ്ധാർത്ഥ് തന്നോട് ഇഷ്ടമാണെന്ന് സമ്മതിക്കുമെന്ന് വെറുതെ അവളുടെ മനസ്സ് മോഹിച്ചിരുന്നു. പിന്നെ എന്തിനാ സിദ്ധാർത്ഥ് ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്ന് എന്നോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നെ? നീലിമ ചോദിച്ചു. അവളുടെ ചോദ്യത്തിന് എന്ത് പറയണമെന്നറിയാതെ സിദ്ധാർത്ഥ് ജാളിതയോടെ നീലിമയെ നോക്കി. ഞാൻ അസൂയ കൊണ്ടൊന്നും അല്ല അങ്ങനെ പറഞ്ഞത്. കിരൺ അത്ര നല്ലൊരുത്തനല്ല. അവന്റെ കൂടെ നടന്നാൽ നിന്നെ ആളുകൾ മോശമായി കാണുമെന്ന് ഭയന്നാണ് ഞാൻ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഓഹോ, അതെന്തിനാ ബോസ് ഞാൻ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വന്നതിനെ ആളുകൾ മോശമായി കരുതുന്നെ? നീലിമ ചോദിച്ചു. നീ എന്തെങ്കിലും കാണിക്കേ, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ മേലിൽ അവന്റെ ഒപ്പം നിന്നെ ഞാൻ കണ്ട എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് തന്നെ അറിയില്ല, സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ്, നിങ്ങൾ എന്തേ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് അയാളെ കാണാതെ നടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അവൻ കാരണം ഒരു സമാധാനവുമില്ല. എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കിയിരിക്കുമ്പോഴാണ് അടുത്തത്, നീലിമ സഹികെട്ട് പറഞ്ഞു.
അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ അത്ഭുതത്തോടെ അവളെ നോക്കി. ആ പറച്ചിലിൽ അവൾ കിരണിന്റെ ഒപ്പം ഒട്ടും താല്പര്യത്തോടെയല്ല ഫുഡ് കഴിക്കാൻ വന്നത് എന്ന് തെളിഞ്ഞിരുന്നു. അവൻ നിന്നെ പിന്നെ ബുദ്ധിമുട്ടിച്ചോ? സിദ്ധാർത്ഥ ചോദിച്ചു. ഇല്ല, അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ ഈ മരവാഴയെ ഇന്നാ കാണുന്നത്. അപ്പൊ ഇവന് ഫുഡ് കഴിച്ചേ പറ്റൂന്നും പറഞ്ഞ് പുറകെ കൂടി. ഞാൻ എന്താ ചെയ്യാ? ഒരുപാട് എതിർത്ത് നോക്കി. അവസാനം ഭീഷണി തുടങ്ങിയപ്പോ പിന്നെ എന്തെങ്കിലും വരട്ടേന്ന് ഓർത്തിട്ടാ ഇങ്ങോട്ട് വന്നത്. നീലിമ ദയനീയമായി പറഞ്ഞു. കിരൺ കാരണം അവൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് സിദ്ധാർത്ഥന് മനസ്സിലായി. കിരണിനെ ഇനിയും ഇങ്ങനെ വിട്ടാൽ അത് അപകടമാണെന്നും സിദ്ധാർത്ഥ ചിന്തിച്ചിരുന്നു. അയാൾ കാരണം ഇന്നത്തെ ദിവസമേ പോയി. നീലിമ വീണ്ടും പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി. ശരിക്കും നിനക്ക് അവനോടൊന്നുമില്ലേ? സിദ്ധാർത്ഥ ചോദിച്ചു. എന്റെ പൊന്നു മനുഷ്യ, അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞു ഒന്നും നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ തന്നെ അയാളുടെ അടുത്തുനിന്ന് മുങ്ങിയാണ് ഞാൻ ഇവിടെ ഒളിച്ചു നിൽക്കുന്നത്. അയാളോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്യോ? നീലിമ പറഞ്ഞു. അത് കേട്ടതോടെ സിദ്ധാർത്ഥന്റെ മുഖം തെളിഞ്ഞു. ഇനി അവൻ വിളിച്ച കൂടെ ചെല്ലാൻ നിൽക്കണ്ട. അതിന് എന്ത് കാര്യത്തിനാണെങ്കിലും പറ്റില്ലെന്ന് തന്നെ പറഞ്ഞേക്ക്, സിദ്ധാർത്ഥ പറഞ്ഞു. നീലിമ തലയാട്ടി. അപ്പോൾ അവൾക്ക് അവനോട് എന്തോ ചോദിക്കാനുള്ളതുപോലെ സിദ്ധാർത്ഥന് തോന്നി. എന്താ ചോദിക്കേ? യാതൊരു മുഖവുരയില്ലാതെ സിദ്ധാർത്ഥ പറഞ്ഞു. അവൻ പെട്ടെന്നങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ തന്നെ നന്നായി മനസ്സിലാക്കുന്നുണ്ടെന്നോർത്ത് നീലിമയ്ക്ക് സന്തോഷം തോന്നി. അത് സിദ്ധാർത്ഥ്, ഈ കിരണിന്റെ സർനെയിം വിശ്വ എന്നാണ്. സോ ഇവനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നീലിമ ചോദിച്ചു. തനിക്ക് അങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി തോന്നുന്നുണ്ടോ? സിദ്ധാർത്ഥ തിരികെ ചോദിച്ചു. അപ്പോൾ നീലിമ അവനെ നോക്കി. ഇല്ല, അവൻ വെറും വൃത്തികെട്ടവനാണ്. സിദ്ധാർത്ഥ പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ പക്ക ജെന്റിൽമാൻ ആണല്ലോ, നീലിമ പറഞ്ഞു. അവൾ തന്നെ പുകഴ്ത്തി പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. എന്നാ കൂടുതലൊന്നും താനെ പറയണ്ട. അവന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പോ എന്റെ കൂടെ വാ, സിദ്ധാർത്ഥ പറഞ്ഞു. അയ്യോ, അപ്പൊ സൂര്യയുടെ കാര്യം? നീലിമ ആകാംക്ഷയോടെ ചോദിച്ചു. അതെല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. നിനക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വരണം, സിദ്ധാർത്ഥ് ഉറപ്പിച്ചു പറഞ്ഞു. നീലിമ മറുത്തൊന്നും പറയാതെ അവന്റെ ഒപ്പം വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു. കിരൺ അവരെ കണ്ടില്ല. അവൻ അപ്പോഴും നീലിമയെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞപ്പോൾ കിരണിന് അവൾ തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലായി. അവൻ വാഷ്റൂമിനടുത്തേക്ക് ചെന്നു. അവിടെയെങ്ങും അവളെ കാണാഞ്ഞ് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നീലിമ, നീ എന്നെ എളുപ്പം പറ്റിച്ചു കളഞ്ഞെന്ന് ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും. നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്. എന്നെ മണ്ടനാക്കി അങ്ങനെ നീ രക്ഷപ്പെടില്ല. കിരൺ ആരാണെന്ന് വൈകാതെ നീ അറിയും, കിരൺ സ്വയം പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് നീലിമയുടെ കൈ പിടിച്ചുകൊണ്ട് ഫുഡ് കോർട്ടിന്റെ മുന്നിലൂടെ നടന്നു പോവുകയായിരുന്നു. അത് കണ്ട അമ്പരന്ന ശ്രീകാന്ത് ഹേമന്തിനെ നോക്കി. എടാ, ദേ ആ പെണ്ണിന്റെ ഒപ്പാണല്ലോ സിദ്ധാർത്ഥ് പോകുന്നത്. ഇനിയെങ്കിലും പറ, ആരാ അവള്? ശ്രീകാന്ത് ചോദിച്ചു. നീ നിന്റെ കാര്യം നോക്കിക്കേ. ഹേമന്ത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. നീ ഒഴിഞ്ഞു മാറണ്ട. സിദ്ധാർത്ഥ് ഒരു പെണ്ണിന്റെ കൂടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. ഇങ്ങനെ കൈപിടിച്ച് നടക്കണമെങ്കിൽ ഉറപ്പായും അത് സിദ്ധാർത്ഥിന് വളരെ വേണ്ടപ്പെട്ട ആരോ ആണ്. അത് നിനക്കറിയാം. പറയടാ പ്ലീസ്, ശ്രീകാന്ത് പറഞ്ഞു. എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. നീ വാ, നമുക്ക് പോവാം, ഹേമന്ത് പറഞ്ഞു. ശ്രീകാന്ത് ആകെ ആശയക്കുഴപ്പത്തിലായി അവനെ നോക്കി. ആരെയും ശ്രദ്ധിക്കാതെ സിദ്ധാർത്ഥ് നീലിമയും കൊണ്ട് കാറിൽ കയറി. അല്പസമയത്തിനുള്ളിൽ തന്നെ സിദ്ധാർത്ഥിന്റെ കാറ് വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ ചെന്ന് നിന്നു. നീലിമ ആശ്ചര്യത്തോടെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. അവൻ എന്തിനാവും അപ്പോൾ അവിടേക്ക് തന്നെയും കൊണ്ടുവന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.